മൈൻഡ് മെയ്സിന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ന്യൂയോർക്കിന്റെ മരവിപ്പിക്കുന്ന തണുപ്പുള്ള ഒരു രാത്രിയിലാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. കഥയിലേക്ക് കടക്കുന്നതിനു മുൻപ് ഇതുപോലുള്ള സസ്പെൻസ് നിറഞ്ഞ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. ന്യൂയോർക്കിലെ പ്രമുഖ വ്യവസായിയായ സ്റ്റീവ് രാത്രി 9 മണിയോടെ തന്റെ പഠനമുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. മരണം നടന്ന സമയത്ത് വീട്ടിൽ സ്റ്റീവിനെ കൂടാതെ അദ്ദേഹത്തിന്റെ പാചകക്കാരി മിസ് ബട്ട്ലറും പേഴ്സണൽ ഡോക്ടർ ആരിസും മാത്രമാണുണ്ടായിരുന്നത്. ഡിറ്റക്ടീവ് വാൻസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോക്ടർ ആരിസ് നൽകിയ മൊഴി ഇങ്ങനെയായിരുന്നു: രാത്രി 8:40 അദ്ദേഹത്തിന് വിറ്റാമിൻ ഗുളിക നൽകാൻ ഞാൻ മുട്ടിവിളിച്ചു. മറുപടി ഇല്ലാത്തതുകൊണ്ട് അകത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം മേശപ്പുറത്ത് മറിഞ്ഞു കിടക്കുന്നതാണ് കണ്ടത്. പരിശോധിച്ചപ്പോൾ മരണം സംഭവിച്ചിരുന്നു. പകുതി കുടിച്ചു തീർത്ത ഒരു ചായക്കപ്പ് അവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് വാൻസ് മിസ് ബട്ട്ലറെ ചോദ്യം ചെയ്തു. അവർ പറഞ്ഞു, രാത്രി 8 മണിക്ക് ഞാൻ അദ്ദേഹത്തിന് കട്ടൻ ചായ നൽകി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പഞ്ചസാര ചേർക്കരുത് എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരുന്നു. ചായ നൽകിയ ശേഷം ഞാൻ തറ വൃത്തിയാക്കാൻ അടുക്കളയിലേക്ക് പോയി. എന്നാൽ വാൻസ് ചായക്കപ്പ് പരിശോധിച്ചപ്പോൾ കപ്പിന്റെ അടിയിൽ അലിയാത്ത പഞ്ചസാര തരികൾ കണ്ടെത്തി. സംശയം തോന്നി അടുക്കളയിലെ പഞ്ചസാര പാത്രം പരിശോധിച്ച വാൻസ് അത് ലാബിലേക്ക് അയച്ചു. റിപ്പോർട്ടിൽ പഞ്ചസാരയിൽ മാരകമായ വിഷം കലർത്തിയതായി തെളിഞ്ഞു. പഞ്ചസാര വേണ്ട എന്ന് സ്റ്റീവ് പറഞ്ഞിട്ടും മിസ് ബട്ട്ലർ എന്തിനാണ് ചായയിൽ വിഷം കലർത്തിയ പഞ്ചസാര ചേർത്തത്? അവരാണോ കൊലപാതകി? അതോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും രഹസ്യമുണ്ടോ? എന്തിനായിരിക്കും മിസ് ബട്ട്ലർ സ്റ്റീവിനെ വധിക്കാൻ ശ്രമിച്ചത്? നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ശരിയായ ഉത്തരം നൽകുന്നവർക്ക് 1000 രൂപ യുബിഎ ക്യാഷ് സമ്മാനം നേടാം. ബാക്കി കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം.